കഴുത്തിനരികെ അരിവാൾ, തലയ്ക്കടിച്ച് കോട്ടൂളി, കണ്ണിൽ നിന്ന് പറന്ന് നക്ഷത്രങ്ങൾ. അരിവാൾ കോട്ടൂളി നക്ഷത്രം. PSC കോഴയിൽ CPMന്റെ കിളിപാറിക്കുകയാണ് വിനോദ് കോട്ടൂളി. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞും കുടുങ്ങുന്നെങ്കിൽ താൻ മാത്രമല്ലെന്ന് പറയാതെ പറഞ്ഞും പ്രമോദ് ഒരു ചോദ്യചിഹ്നമായി നിൽപ്പാണ്. കോട്ടൂളി കോഴമലയുടെ ഒരറ്റം മാത്രമോ? കോട്ടൂളിക്ക് ഇത്രമേൽ ആത്മവിശ്വാസം എന്തുകൊണ്ട്? കോഴിക്കോട്ടെ CPM ആടിയുലയുന്നു. വർഗീയതയും കാരണമോ? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ, സേവ് കേരള ഫോറം പ്രതിനിധി അഡ്വക്കേറ്റ് KM ഷാജഹാൻ, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ ഒപ്പം ചേരും. ആദ്യം അഡ്വക്കേറ്റ് VK സജീവനിലേക്ക്. ശ്രീ VK സജീവൻ, PSC കോഴ ആരോപണത്തിന്മേൽ ഇന്ന് CPM ജില്ലാ കമ്മിറ്റി ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് മാധ്യമങ്ങളും പാർട്ടി ശത്രുക്കളും ചേർന്ന് പടച്ചുവിടുന്നതാണെല്ലാം, അതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം എന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ സജീവമാണ് പ്രമോദ് കോട്ടൂളി എന്ന പേരും PSC കോഴ വിവാദവും. PSC കോഴ വിവാദത്തിന് പിന്നിൽ എന്തെന്നാണ് BJPയുടെ വിലയിരുത്തൽ? ഒന്ന്, ഈ വിവാദം പുറത്തു വന്ന് ഏതാണ്ട് 5 ദിവസത്തോളം CPMന്റെ ജില്ലാ നേതാക്കൾ ഇതേ കാര്യം തന്നെയായിരുന്നു ആവർത്തിച്ചു കൊണ്ടിരുന്നത്. ഞങ്ങൾക്കിതിനെക്കുറിച്ച് അറിവില്ല, ഞങ്ങൾക്കതിനെക്കുറിച്ച് യാതൊരുവിധ പരാതിയും ലഭിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായിരുന്നു CPMന്റെ ജില്ലാ നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ ആരോപണ വിധേയനായിട്ടുള്ള പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതോടുകൂടി ഇങ്ങനെയൊരു വിഷയമുണ്ട് എന്നും അത് പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട് എന്നും പൊതുജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പ്രമോദ് കോട്ടൂളി ആ ദിവസം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ അമ്മയെയും മകനെയും കൂട്ടി ആരാണോ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതി നൽകിയ ഡോക്ടർ ദമ്പതിമാരുടെ വീട്ടുപടിക്കൽ പോയി കുത്തിയിരിക്കുന്നത് നമ്മൾ ലോകം മുഴുവൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി CPM അങ്ങനെ ഒരു വിവാദം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നില്ല, മാധ്യമങ്ങൾ പടച്ചുവിടുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല. കോഴിക്കോട്ടെ CPM അകപ്പെട്ടിരിക്കുന്നത് വലിയ ഒരു നാണക്കേടിലാണ്. കോഴിക്കോട് മാത്രമല്ല, ഇത് സംസ്ഥാന CPMന്റെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗത്വം നിശ്ചയിക്കുന്നതിന്, അത് മന്ത്രിസഭ നിശ്ചയിക്കേണ്ട ഒരു കാര്യത്തിന് കോഴിക്കോട് നിന്ന് ഒരാളോട് 60 ലക്ഷം കരാറാക്കി 22 ലക്ഷം രൂപ മേടിച്ചു എന്നുള്ളതാണല്ലോ ഈ വിവാദം. തീർച്ചയായിട്ടും CPMനെ അത് വല്ലാതെ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുതന്ത്രങ്ങളാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു അദൃശ്യനായിട്ടുള്ള ഒരു BJPക്കാരനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കി അതിനകത്ത് 2 ദിവസം അതിനു വേണ്ടി വാദിച്ചു. മാധ്യമങ്ങളോട് മുഴുവൻ നമ്മൾ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും വെല്ലുവിളിച്ചു. ആ മുഖം വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഒടുവിൽ മാധ്യമ പ്രവർത്തകന്മാരെല്ലാവരും പറയുന്നത് CPM കൊടുത്ത വാർത്തയാണ് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ PSC കോഴ ആരോപണത്തിൽ അന്വേഷണം നടത്തേണ്ടത് CPM ആണോ അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഏജൻസികളാണോ എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നത്. കാരണം PSC പോലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത നശിക്കുന്ന, വിശ്വാസ്യത തകർക്കുന്ന, അല്ലെങ്കിൽ ആ PSC അംഗത്വം വിൽപ്പനച്ചരക്കാക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. തീർച്ചയായും ആ PSCയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്, സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. ആ അന്വേഷണം നടത്താതെ പാർട്ടി എത്തുന്ന എല്ലാ അതിൻ്റെ അവസാന ഇതിലേക്കും, കാരണം ഇത് ചൈനയല്ല, ഉത്തര കൊറിയയല്ല, ഇവിടെ പാർട്ടിയല്ല അവസാനത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് ജനാധിപത്യ സംവിധാനം പുലരുന്ന ഒരു നാടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള ജനങ്ങളുടെ കാതലായിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന്
ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത് ഞാൻ എന്നുള്ളതാണ് ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ കെ എം ഷാജഹാൻ, ഈ പാർട്ടി ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ വി കെ സജീവൻ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞത് PSC കോഴ വാങ്ങിയെന്ന പരാതി കിട്ടിയിട്ടില്ല, പരാതി ഉണ്ടെങ്കിൽ എഴുതി നൽകൂ എന്ന് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്. അങ്ങനെ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു പി മോഹനൻ ചെയ്തത്. ഇനി വെള്ളക്കടലാസിൽ പരാതി നൽകിയാലും അന്വേഷിക്കാമെന്നായിരുന്നു MV ഗോവിന്ദൻ്റെ ആദ്യ പ്രതികരണം. അതേസമയം പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നു. എന്തിന്? ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് CPM-ൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അതിൻ്റെ സ്വഭാവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റമാണ്. ഇപ്പോൾ കോഴിക്കോടത്തെ പാർട്ടിയെക്കുറിച്ചിട്ട് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1930കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെല്ല് രൂപീകരിക്കപ്പെടുന്ന സ്ഥലം അടങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരിലാണ്. ചെറുവണ്ണൂർ, ആ കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെല്ല് രൂപീകരിക്കുന്ന ആ സെല്ലിൽ 4 പേരാണെന്നുണ്ടായിരുന്നത്. ഒന്ന് EMS, ഒന്ന് P കൃഷ്ണപിള്ള, ഒന്ന് K ദാമോദരൻ, ഒന്ന് NC ശേഖർ, അങ്ങനെ 4 പേര്. അതിനുശേഷം കോഴിക്കോട് ജില്ലയിലെ കല്ലായിയിലാണ് CPM-ൻ്റെ കമ്മ്യൂൺ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാകുന്നത്. അതായത് CPM-ൻ്റെ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം കുടുംബങ്ങളോട് കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സംവിധാനം, അതിനാണ് കമ്മ്യൂൺ എന്ന് പറയുന്നത്. P കൃഷ്ണപിള്ള അടക്കമുള്ളവരുടെ കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിച്ച സ്ഥലം കോഴിക്കോട് കല്ലായിയിലായിരുന്നു. അതിനുശേഷം നമ്മളിങ്ങോട്ട് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ, മലപ്പുറവും കോഴിക്കോടും കൂടെ ചേർന്ന ജില്ല ആയിരുന്ന സമയത്ത് അന്നത്തെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയായി നയനാർ അന്ന് അവിടെ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം കേളുവേട്ടൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സമുന്നതനായിട്ടുള്ളൊരു നേതാവ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണാരൻ എന്ന് പറഞ്ഞിട്ടുള്ള നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയായി അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപിടി ഈ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ, അതായത് M ദാസനെ പോലുള്ളവർ, അല്ലെങ്കിൽ മത്തായി ചാക്കോയെ പോലുള്ളവർ, പിന്നെ ഇങ്ങോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് TP ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ. അപ്പോൾ അതുപോലെ വലിയ തോതിലുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു പാർട്ടി ഉത്ഭവിക്കുകയും വളർന്നു വരികയും ചെയ്ത ഒരു ജില്ലയിൽ, കോഴിക്കോട് എന്ന് പറഞ്ഞ ജില്ലയിൽ ഇന്ന് നടക്കുന്നത് എന്താ? യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത്, ആ പാർട്ടിയിൽ വിഭാഗീയമായി 2 ഗ്രൂപ്പുകൾ. അതിലൊന്നിന് നേതൃത്വം നൽകുന്നത് എളമരം കരീം, മറ്റൊന്നിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ്. ഈ 2 ഗ്രൂപ്പുകളാണ് അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കുറച്ചു കാലമായി ഉള്ളത്. ഈ 2 ഗ്രൂപ്പുകളും ചെയ്യുന്നത് എന്താ? ഈ 2 ഗ്രൂപ്പുകളുടെയും പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രത്യയശാസ്ത്രമോ എന്തെങ്കിലും രാഷ്ട്രീയമോ ഉണ്ടോ? ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭാഗീയത നമ്മൾ എടുത്തു നോക്കൂ. അതിൽ 80കളിൽ ഈ ബാലാനന്ദനും അച്യുതാനന്ദനും തമ്മിൽ വിഭാഗീയത ഉണ്ടായിരുന്നു. അതിനകത്തൊരു രാഷ്ട്രീയവും ഒരു പ്രത്യയശാസ്ത്രവും ഉണ്ടായിരുന്നു. അതിനുശേഷം 2000 മുതൽ 2013 വരെ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ വിഭാഗീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ VS അച്യുതാനന്ദൻ്റെ ഭാഗത്ത് പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ഈ കരീം റിയാസ് ദ്വയം, അവരുടെ വിഭാഗീയതയുടെ അടിത്തറ എന്ന് പറയുന്നത് എന്താ? അവരുടെ വിഭാഗീയതയുടെ അടിത്തറ എന്ന് പറയുന്നത് രണ്ടും അഴിമതി. പിന്നെ മുഹമ്മദ് റിയാസിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവർ കുടിയ അഴിമതിക്കാർ. നിതിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള മറ്റാളുകൾ, അവർക്കെല്ലാം വലിയ തോതിൽ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്ന നിലയിൽ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ, അതിന് സർക്കാരിൽ നിന്നുള്ള പരസ്യം, ഇതുപോലുള്ള കാര്യങ്ങൾ. എളമരം കരീമിനെ സഹായിക്കുന്ന ഇതുപോലുള്ള നിക്ഷിപ്ത താല്പര്യക്കാർ, 2 പേരെയും ഒരുപോലെ സഹായിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ, അതായത് അമർ എന്ന് പറയുന്ന ഒരാൾ, സുലൈമാൻ എന്ന് പറയുന്ന ഒരാൾ, റജികുമാർ എന്ന് പറയുന്ന ഒരാൾ. അപ്പം ഈ 2 വിഭാഗീയതയുടെ 2 അറ്റത്ത് നിൽക്കുന്നവരെയും സഹായിക്കുന്ന സ്ഥാപിത താല്പര്യക്കാർ, നിക്ഷിപ്ത താല്പര്യക്കാർ. നമ്മളിപ്പോൾ പ്രമോദ് കോട്ടൂളിലേക്ക് വരുന്നു. ഇന്നിപ്പം CPM പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് ഉയർന്നു വന്നത്? ഇത് ഉയർന്നു വന്നത് ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഹോമിയോ ഡോക്ടർ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി 60 ലക്ഷം കൊടുക്കാമെന്നും പറഞ്ഞു 22 ലക്ഷം കൊടുത്തു. അത് പ്രമോദ് കോട്ടൂളി വഴിയാണ് എന്നാണല്ലോ ആരോപണം ഉയർന്നു വന്നത്.
ഇപ്പം കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്താ? പ്രമോദ് കോട്ടുള്ളി 10 പൈസ അതിനകത്ത് മേടിച്ചിട്ടില്ല, അയാൾ കണ്ടിട്ടില്ല. ശ്രീ കെ എം ഷാജഹാൻ, ഈ ഒരു ഏരിയ കമ്മിറ്റി അംഗം 60 ലക്ഷം കരാറുണ്ടാക്കുക, അതിൽ 22 ലക്ഷം വാങ്ങുക, അതൊക്കെ പെട്ടെന്ന് സാധിക്കുന്നതാണോ? അതൊക്കെ മേലെയുള്ളവർ അറിയാതെ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക? അല്ല, അത് സ്വാഭാവികമാണ് കൃഷ്ണരാജ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് പ്രമോദ് കോട്ടുള്ളി ചോദിക്കുന്ന ചോദ്യം എന്താ? കോഴ ആര് വാങ്ങി, എവിടെ വെച്ച് വാങ്ങി, എത്ര വാങ്ങി, എങ്ങനെ വാങ്ങി എന്നുള്ള ചോദ്യമാണ് അയാൾ ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, PSC പോലൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഒരു അംഗത്വത്തിന് വേണ്ടിയുള്ള നീക്കം നടക്കണമെന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന നേതൃത്വം അറിയാതെ, സംസ്ഥാന നേതൃത്വത്തിലെ ഉന്നതന്മാരറിയാതെ, കോഴിക്കോട് ജില്ലയിലെ CPMലെ ഉന്നത നേതാക്കന്മാരിടപെടാതെ, ഒന്നുകിൽ ഇളമരം കരീമോ അല്ലെങ്കിൽ P മോഹനനോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസോ ഇടപെടാതെ PSC മെമ്പർഷിപ്പിന് വേണ്ടി പണം മേടിക്കൽ ഒരു കാരണവശാലും നടക്കില്ല എന്നുള്ളത് നേഴ്സറി പിള്ളേർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. പ്രമോദ് കോട്ടുള്ളി എന്ന് പറയുന്ന ആൾ PSC മെമ്പർഷിപ്പിന് വേണ്ടി 22 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നുള്ളത് അസംബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വാർത്ത എവിടെ നിന്നാണ് പുറത്തു വന്നത്? ഈ വാർത്ത CPMനകത്തു നിന്ന് തന്നെയാണ് പുറത്തു വന്നത്. CPMനകത്തുള്ള നിക്ഷിപ്ത താല്പര്യക്കാർ മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരായിട്ടുള്ള കണക്ക് തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തു കൊണ്ടുവന്നാണെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളി പറയുന്നത് എന്താ? ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ ഞാൻ പുറത്തു കൊണ്ടുവരും, ഈ തിരക്കഥ എഴുതിയവരെ ഞാൻ പുറത്തു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതൊരു തിരക്കഥയാണെന്നുള്ളത് വ്യക്തമായി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അഡ്വക്കേറ്റ് VK സജീവൻ, ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ കോട്ടൂളിയെ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. കോട്ടൂളി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചാനൽ മൈക്കിന് മുന്നിൽ വന്ന് നന്നായി സംസാരിച്ച ആളാണ്. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഉച്ചയ്ക്ക് പറയാം എന്ന് പോസിറ്റീവായൊരു ആൻസറാണ് പറഞ്ഞത്. പക്ഷേ ഉച്ച കഴിഞ്ഞ് ഈ നിമിഷം വരെ ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് മാധ്യമങ്ങളെ പഴിച്ച് ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം എന്ന് പറഞ്ഞ് പാർട്ടി ശത്രുക്കളും മാധ്യമങ്ങളുമാണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ച് CPM ജില്ലാ കമ്മിറ്റിയുടെ ഒരു വാർത്താക്കുറിപ്പ് വരുന്നതും ശ്രീ VK സജീവൻ ഒരു ഒത്തുതീർപ്പ് മണക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണല്ലോ. കാരണം ഈ വിവാദം പുറത്തു വന്ന് ആദ്യ 2 ദിവസം CPMൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും കണ്ടതാണ്. 3 ദിവസം കഴിഞ്ഞാണ് ഈ ഞങ്ങൾക്കിതിൽ പങ്കില്ല, അങ്ങനെയൊരു സംഭവമേ ഇല്ല എന്നുള്ള നിലയിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി വന്ന് പരസ്യമായിട്ട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ ആ 2 ദിവസത്തിനുള്ളിൽ പണമിടപാടുകൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഏത് കുഞ്ഞുങ്ങളും അറിയാം. ഇപ്പോൾ അവർ പെട്ടിരിക്കുന്നത് പ്രമോദ് കോട്ടൂളി പരസ്യമായിട്ട് വെല്ലുവിളിച്ചപ്പോൾ അതിന് എന്തിനു വേണ്ടിയിട്ടാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത്, അതിന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകാൻ അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, പ്രമോദ് കോട്ടൂളി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം, എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്തിയാൽ അതെൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം അപകടങ്ങളെ സംബന്ധിച്ചൊക്കെ നല്ല ബോധ്യമുള്ള CPM ഈ വിഷയം ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ഷാജഹാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ വലിയ മാഫിയകൾ തമ്മിലുള്ള ഇടപാടുകൾ പോലും തീർക്കുന്നത് ഈ നേരത്തെ പരാമർശിക്കപ്പെട്ട നേതാക്കന്മാരാണ് എന്നുള്ളത് ഇവിടെ അങ്ങാടിപ്പാട്ടാണല്ലോ. ഇവിടെ വലിയ ഒരു കൊമേഴ്സ്യൽ മാളിലുള്ള തർക്കം, ആ തർക്കം പരിഹരിച്ചത് CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. 15 ലക്ഷമാണ് അതിന് കോഴ വാങ്ങിയതെന്ന് പറയുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഹോട്ടലിലെ ഒരു പാർക്കിംഗ് വിഷയം പരിഹരിച്ചത് CPMൻ്റെ നേതാവാണ്, അതിന് 7 ലക്ഷമാണ്. ഇതൊക്കെ അങ്ങാടിപ്പാട്ടാണ്. ഇവിടെ 5 ദിവസം മുമ്പാണ് ഒരു പ്രമുഖ പത്രത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായിട്ട് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് വഴിവിട്ട സാമ്പത്തിക ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 5 ദിവസം മുമ്പാണ് ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ കേവലം ഒരു 22 ലക്ഷം രൂപയുടെ ഇടപാട് ഒതുക്കാൻ സാധിക്കുന്ന പാർട്ടിയാണ് CPM എന്ന കാര്യത്തിലൊന്നും, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ CPMൻ്റെ അധികാരത്തെ സംബന്ധിച്ച് അവർ ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അറിയാവുന്ന ആർക്കും അതിനെക്കുറിച്ച് സംശയമില്ല. തീർച്ചയായിട്ടും ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് അണിയറയിൽ നടക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ആ തിരക്കഥക്കനുസരിച്ചിട്ടുള്ള പ്രതികരണമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്
അറിയാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഈ പ്രമോദ് കോട്ടൂളിയെ അതിസമർത്ഥമായി അങ്ങ് പുറത്താക്കി എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കോഴിക്കോട്ടെ CPM. പക്ഷേ പരാതിക്കാരൻ്റെ വീടിന് മുന്നിലേക്ക് പ്രമോദ് കോട്ടൂളി അമ്മയെയും മകനെയും കൂട്ടിപ്പോയി സമരമിരിക്കുമെന്ന് ഇവർ കരുതിയിട്ടുണ്ടാകില്ല. അതായത് പ്രമോദിൻ്റേത് പാർട്ടിയോടുള്ള പകവീട്ടലോ അതോ പാർട്ടിയെ പൊളിച്ചെടുക്കലോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം സാധാരണഗതിയിൽ CPM-ൽ നിന്ന് ഒരാളെ പുറത്താക്കിയാൽ അയാൾ പണി അവസാനിപ്പിച്ച് വീട്ടിലിരിക്കലാണ് ചെയ്യുക. അതല്ല എങ്കിൽ അയാൾ എന്തെങ്കിലും അനക്കമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അയാളെ കൈകാര്യം ചെയ്യലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് 80-കളുടെ മധ്യത്തിൽ MV രാഘവൻ പുറത്തുപോയ സമയത്ത് പോലും MV രാഘവനെ സ്വതന്ത്രനായിട്ട് നിൽക്കാനും പ്രവർത്തിക്കാനും ഇവരനുവദിച്ചില്ല. അവസാനം MV രാഘവന് വേറൊരു പാർട്ടിയിൽ പോയി ചേരേണ്ടി വന്നു. ഗൗരിയമ്മ പുറത്തു പോയപ്പോൾ ഗൗരിയമ്മ ഇതുപോലെ ശാരീരികമായി ആക്രമിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും മാനസികമായി അവർ ഗൗരിയമ്മയെ വല്ലാതെ പീഡിപ്പിച്ചു. ഗൗരിയമ്മയ്ക്ക് അവസാനം UDF-ൽ പോകേണ്ടി വന്നു. ഇവിടെ ഒന്നും പോകാതിരുന്ന ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അവരെല്ലാവരും നിശബ്ദരായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ദശകങ്ങളായി CPM-ൽ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായി നമ്മൾ കാണുന്നത് എന്താ? ഇപ്പോൾ പ്രമോദ് കോട്ടൂളിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് കണ്ണൂരിലെ മനു തോമസ് എന്ന് പറഞ്ഞ ആളുടെ കാര്യത്തിലേക്ക് ആദ്യം പോകണം. മനു തോമസിനെ പാർട്ടിയിൽ നിന്ന് മനു തോമസ് സ്വയം ഒഴിവായതാണ്. ആ ഒഴിവായ മനു തോമസ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള P. ജയരാജനെതിരെയും P. ജയരാജൻ്റെ മകനെതിരെയും അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മനു തോമസ് ഉന്നയിച്ചത്. എന്ന് മാത്രമല്ല, മനു തോമസ് മറ്റു പല ചാനലുകളിലും ചെന്നിട്ട് 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന അഭിമുഖങ്ങളാണ് മനു തോമസ് കൊടുത്തത്. അങ്ങനെ കൊടുത്തിട്ടും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സമുന്നത നേതാവായിട്ടുള്ള P. ജയരാജനെതിരെ മനു തോമസ് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അവിടുത്തെ പാർട്ടിക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ പ്രമോദ് കോട്ടൂളിയുടെ കാര്യം നോക്കൂ. പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ പ്രമോദ് കോട്ടൂളി എന്താ ചെയ്തത്? പ്രമോദ് കോട്ടൂളി നിശബ്ദനായിരിക്കുന്നതിന് പകരം പ്രമോദ് കോട്ടൂളിയുടെ മാതാവിനെയും മകനെയും കൂട്ടി ആരാണോ പണം കൊടുത്തതെന്ന് ആരോപണം ഉന്നയിച്ച ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാനാണ് കോട്ടൂളി പോയത്. അതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതിനെ തുടർന്ന് അയാൾ വളരെ ബില്ലിജറൻ്റായിട്ട് ഈ പാർട്ടിക്കെതിരായിട്ട് നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, എന്നെ കുരുക്കിയവരെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരുമെന്ന് പറഞ്ഞു, ഞാൻ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു, ഞാൻ പാർട്ടിക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു, സെൻട്രൽ കൺട്രോൾ കമ്മീഷന് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് പാർട്ടി ഇപ്പം തന്നെ പാർട്ടിയുടെ ആദ്യത്തെ പത്രക്കുറിപ്പ് എന്തായിരുന്നു? ആദ്യത്തെ പത്രക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയത് കൊണ്ട് പുറത്താക്കി. എന്തൊരു അബ്സർഡിറ്റിയാണിത്. ഇപ്പം ഞാൻ പറയട്ടെ, 2006 എന്നെ പുറത്താക്കിയതാണ്. എന്നെ പുറത്താക്കിയപ്പോൾ എനിക്ക് തന്ന ചാർജ് ഷീറ്റിൽ എന്താ പറഞ്ഞിരുന്നത്? മലപ്പുറം സമ്മേളന കാലഘട്ടത്തിൽ ഞാൻ വാർത്ത ചോർത്തി, അതുകൊണ്ട് പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളവരെ എല്ലാം പുറത്താക്കുമ്പോൾ ആ പുറത്താക്കിയതിൻ്റെ കാരണങ്ങൾ എണ്ണി CPM പറയാറുണ്ട്. എന്നാൽ പ്രമോദ് കോട്ടൂളിയുടെ കാര്യത്തിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ആരോപണം ഉന്നയിച്ച ആളുടെ വീട്ടിലിൻ്റെ മുമ്പിൽ പോയി ആൾ സത്യാഗ്രഹം ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? CPM വാലും ചുരുട്ടി ഓടി. ഒറ്റ മിനിറ്റ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പ്രമോദ് കോട്ടൂളിയുടെ പുറകെ CPM നടക്കുകയാണ്. ഇത് പുറത്തു കൊണ്ടുവരാൻ പാടില്ല. കാരണം പ്രമോദ് കോട്ടൂളിക്ക് അവിടെയുള്ള വിഭാഗീയ നേതാക്കന്മാരും അവരുടെ വൃത്തികേടുകളെല്ലാം നന്നായി അറിയാവുന്ന ആളാണ്. ഞാൻ ഒറ്റ സെൻസ് കൊണ്ട് തീർത്തോളാം. ഈ പ്രമോദ് കോട്ടൂളി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 8-10 വർഷക്കാലം മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. ആ മുഹമ്മദ് റിയാസുമായി തെറ്റിക്കഴിഞ്ഞപ്പോൾ അയാൾ എളമരം കരീമിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി. എളമരം കരീം അയാളെ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി. അപ്പോൾ എളമരത്തിൻ്റെ വൃത്തികെട്ട ഇടപാടുകളും മുഹമ്മദ് റിയാസിൻ്റെ വൃത്തികെട്ട ഇടപാടുകളും ആദ്യാവസാനം അറിയാവുന്ന ആളാണ് പ്രമോദ് കോട്ടൂളി. അതുകൊണ്ട് പ്രമോദ് കോട്ടൂളിയെ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ മുതൽ ജനം ചാനലിൽ വിളിച്ചപ്പം പ്രമോദ് കോട്ടൂളിയെ കിട്ടാത്തത് നമ്മൾ മനസ്സിലാക്കുക. ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വൃഥാശ്രമമാണ് CPM ഇപ്പം നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് BN ഹസ്കർ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ BN ഹസ്കർ, ഇന്ന് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. അതിൽ പറയുന്ന ഒന്ന്, മാധ്യമങ്ങൾ പടച്ചുവിട്ട നുണകളെല്ലാം സോപ്പ് കുമിളകൾ പോലെ പൊട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. എല്ലാം ഭാവനാ സൃഷ്ടിയാണ്. ഇത്തരക്കാർ
വീണിടത്ത് കിടന്നുരുളുന്നു എന്ന് പറഞ്ഞു വെക്കുന്നു. ആരുടേതാണ് നുണകൾ? ആരുടേതാണ് ഭാവനാ സൃഷ്ടി? ആരുടേതാണ് വീണിടത്ത് കിടന്നുരുളൽ? കൃഷ്ണ, ഒരു പ്രസ്ഥാനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അതിലെ ത്യാഗനിർഭരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവർത്തകരുടെ സന്നദ്ധ പ്രവർത്തനം കൊണ്ടാണ് മഹത്വവൽക്കരിക്കപ്പെടുക. ഇവിടെ പ്രമോദ് കോട്ടിവിളി ഒരു പ്രതീകമാണ്. CPM-നുള്ളിൽ നടക്കുന്ന അരുതായ്മകളുടെ ഒരു പ്രതീകം. ആ പ്രതീകത്തെയാണ് CPM പുറത്താക്കിയിരിക്കുന്നത്. ഇതൊരു ആശയമാണെന്ന് കണ്ട് ഈ പ്രതീകങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കഴിഞ്ഞ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പലരും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആ നുഴഞ്ഞുകയറ്റക്കാരാണ് CPM-ന്റെ ഏറ്റവും വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഗ്രാമപ്രദേശത്തിലും പട്ടണങ്ങളിലും ഒക്കെ പാർട്ടിയുടെ പ്രവർത്തകരായി നിൽക്കുന്ന നേതാക്കന്മാരെ നോക്കിക്കൊണ്ടാണ് ജനങ്ങൾ ഈ പാർട്ടിയെ വിലയിരുത്താറുള്ളത്. CPM-ന് അങ്ങനെ പല ഘട്ടങ്ങളിലും വിലയിരുത്തപ്പെടുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ചെറിയ വിഭാഗം പാർട്ടിയുടെ നേതാക്കന്മാരായി നിൽക്കുന്ന ആളുകൾ പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ അങ്ങ് PB തലം വരെ പാർട്ടിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ജീവിത രീതി അനുവർത്തിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യം, ആ സത്യത്തിന്റെ തുടക്കം തിരിച്ചറിഞ്ഞിരിക്കുന്നു CPM എന്നുള്ളിടത്താണ് ഇത്തരം ആളുകളെ പുറത്താക്കാൻ കാണിച്ചിരിക്കുന്ന ആർജവത്തിലൂടെ CPM അതിന്റെ തിരിച്ചുവരവിന് ഒരുങ്ങുന്നു എന്ന സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇത് രണ്ടു തരത്തിലാണ് വായിക്കപ്പെടേണ്ടത്. ഒന്ന്, പ്രധാനമായും ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്ക് ഇനി ഈ പ്രസ്ഥാനത്തിനുള്ളിൽ നിൽക്കാനാവില്ല എന്ന സന്ദേശം. രണ്ട്, ഇതുപോലുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് പാർട്ടി പുറത്താക്കും എന്നുള്ള സന്ദേശം. ഈ രണ്ട് സന്ദേശമാണ് പാർട്ടി ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾ മാധ്യമങ്ങളോടുള്ള ഒരു വലിയ പരിഭവം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ കഥകളും നുണക്കഥകളുമായി നീർക്കുമളകളായിട്ടുള്ള കഥകൾ കോട്ടൂളി പറഞ്ഞതല്ലേ ഞങ്ങളും പറഞ്ഞുള്ളൂ. കോട്ടൂളി വന്ന് പറയുകയാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അല്ല, ഞാനല്ലാതെ ചിലരുണ്ടെന്ന സൂചനകൾ അയാൾ പുറത്തു വിടുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾക്കത് വാർത്ത കൊടുക്കാതെ എന്ത് ചെയ്യാനാണ്? ഈ പറഞ്ഞു വരുന്ന മാധ്യമങ്ങളെ എല്ലായ്പ്പോഴും കുറ്റം പറയാറുണ്ട് CPM. അവസാനത്തെ അടവ് അതാണ്. പക്ഷേ അതെല്ലാം പിന്നീട് ശരിയെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ, നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷപാതപരമായ നിലപാടെടുത്തു. നിങ്ങളുടെ മാധ്യമ മണിക്കൂറുകൾ കേരളത്തിലെ കഴിഞ്ഞ 8 കൊല്ലത്തെ മാധ്യമ മണിക്കൂറുകൾ പരിശോധിച്ചാൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെയും ആക്ഷേപങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന മാധ്യമ സമയം മുഴുവൻ CPM-നെ വിമർശിക്കാനും CPM നേതാക്കൾ ആര് ഭരിച്ചാലും ഭരിക്കുന്നവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷമാണ് മാധ്യമങ്ങൾ. അതാരായാലും അല്ല, അത് അത്തരത്തിലല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഭരണകൂടത്തെ തിരുത്തുക എന്ന മാധ്യമ ധർമ്മത്തിനപ്പുറം നിങ്ങൾ ഒരു വസ്തുതകളെ വിലയിരുത്തുക എന്ന് പറയും. നിങ്ങൾ വാർത്തകളെ വസ്തുതകളായി മാത്രം നൽകുന്നതിന് പകരം നിങ്ങളുടെ വിലയിരുത്തലുകൾ വാർത്തകളായി നൽകുന്നു, നിങ്ങളുടെ വിശകലനങ്ങൾ വാർത്തകളായി നൽകുന്നു. ഇവിടെയാണ് അപകടം പിടിച്ച മാധ്യമത്തിന്റെ പുറത്താക്കും വരെ CPM-കാരനായിരുന്നല്ലോ പ്രമോദ് കോട്ടൂളി ആയിരുന്നല്ലോ. അയാൾ പുറത്താക്കിയത് കൊണ്ട് മാത്രം വന്നു പറഞ്ഞാൽ അയാൾ CPM-കാരനല്ലാതെ പറയുന്നതാവില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത്? CPM-നുള്ളിൽ നിന്ന് ഏതൊരു വ്യക്തിയെ പുറത്താക്കിയാൽ, നാളെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പോലും എനിക്ക് എന്റെ പക്ഷം പറയുന്നതിനും ഞാൻ പുറത്തു വന്ന് നിലവിളിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാവും. അത് എന്നെ ന്യായീകരിച്ചുകൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് ആർക്കെങ്കിലും പറയാനാവും. ശരി, ഒന്നുകൂടി ചോദിച്ചോട്ടെ. ഈ ആരോപണം വലിയ സജീവമായി നിന്ന സമയത്ത് അങ്ങനെ ഒരു പരാതിയെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞത് ആരാണ്? P. മോഹനൻ, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. പിന്നീട് MV ഗോവിന്ദൻ പറഞ്ഞു, നിങ്ങൾ വെള്ളക്കടലാസിൽ ആരെങ്കിലും ഒരു പരാതി എഴുതി തന്നാലും പരിഗണിക്കാമെന്ന്. എന്നിട്ട് സംസ്ഥാന സമിതി കുറ്റപ്പെടുത്തിയല്ലോ ജില്ലാ സെക്രട്ടറിയെയും ജില്ലാ കമ്മിറ്റിയെയും. വളരെ ഗുരുതരമായൊരു ആരോപണം വന്നിട്ടും നടപടിയെടുക്കാൻ വൈകിയത് എന്തുകൊണ്ടെന്ന ചോദ്യം ഉന്നയിച്ചല്ലോ. ശരിയാണോ? അല്ല, നിശ്ചയമായും സ്വാഭാവികമായി കേരളത്തിലെ പല പാർട്ടി ഘടകങ്ങളിലും ഏതെങ്കിലും പരാതി ലഭിച്ചാൽ അത് പക്ഷപാതപരമായ നിലപാടുകൾ കൊണ്ട് ആ പരാതികൾ പരിഹരിക്കപ്പെടാതെയോ അല്ലെങ്കിൽ ആ പരാതിയിന്മേൽ നടപടിയെടുക്കുകയോ ചെയ്യാതിരുന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് പ്രമോദ് കോട്ടൂളി. അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ ഒരു പരാതി പാർട്ടിക്ക് മുന്നിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ വസ്തുതകൾ നമ്മുടെ മുന്നിൽ ഇല്ല. ഇതെല്ലാം ഊഹാപോഹങ്ങളും കെട്ടുകഥകളുമാണ്. പ്രമോദ് കോട്ടൂളിയെ സംബന്ധിച്ച് ഏതെങ്കിലും പരാതി ശ്രീജിത്ത് എന്ന പരാതിക്കാരൻ കൊടുത്തതായി ശ്രീജിത്തും അവകാശപ്പെടാത്തിടത്തോളം കാലം സ്വാഭാവികമായും നമുക്ക് അത്തരം പരാതികൾ പക്ഷപാതപരമായ നിലപാടോടുകൂടി നമുക്ക് വാർത്തകൾ പറയുന്നതിനപ്പുറം അതിനെ ആ രീതിയിൽ കാണുക എന്നുള്ളതാണ് ഏറ്റവും ആർജവത്തോടു കൂടി ചെയ്യാൻ കഴിയുക. നിങ്ങൾ പരാതികൾ, അതായത്
ഈ വാർത്ത എവിടുന്നാണ് വന്നത്? ഈ വാർത്ത പാർട്ടിക്ക് അകത്തു നിന്നാണ് വന്നത്. 60 ലക്ഷം ചോദിച്ചുവെന്നും 22 ലക്ഷം കൊടുത്തുവെന്നും ഉള്ള വാർത്ത CPM-ന് അകത്തുനിന്നാണ് വന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പരാതി മെയ് മാസത്തിൽ മുഹമ്മദ് റിയാസ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കയ്യിലേൽപ്പിച്ചതാണ്. ഇലക്ഷന് മുമ്പ് മെയ് മാസം. ഇതൊന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല, ഇതൊന്നും മാധ്യമങ്ങളുടെ വിലയിരുത്തലൊന്നുമല്ല, വസ്തുതകളാണ്. അതിനെ തുടർന്ന് അത് ഇലക്ഷൻ കാലത്ത് അത് അനക്കിയില്ല. അതിനുശേഷം പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് ഇത് അന്വേഷിച്ചു. പരാതി ആരുടേതായിരുന്നു? മുഹമ്മദ് റിയാസിൻ്റെതായിരുന്നു. ആ പരാതി എന്തായിരുന്നു? PSC കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22 ലക്ഷം കൊടുത്തു എന്നുള്ളതായിരുന്നു. പരാതിക്കാരൻ ശ്രീജിത്തായിരുന്നു. അതാണ് പാർട്ടിയുടെ മുമ്പിലുള്ള തെളിവ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്വേഷണ കമ്മീഷനെ വെച്ചു എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമോദ് കോട്ടുളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ, ഡിജിറ്റൽ എവിഡൻസ് ഇതെല്ലാം പരിശോധിച്ചു. ഇതെല്ലാം പരിശോധിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമോദ് കോട്ടുളിയെ പുറത്താക്കിയതിനെ തുടർന്ന് പത്രക്കുറിപ്പ് വന്നു. ആ പത്രക്കുറിപ്പിനകത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല. പ്രമോദ് കോട്ടുളിയെ പുറത്താക്കുന്നത് വരെ ശ്രീജിത്ത് മിണ്ടിയിട്ടില്ല. പ്രമോദ് കോട്ടുളി പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ശ്രീജിത്ത് വന്നിട്ട് ഞാൻ പണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അതിനു മുമ്പ് പണം തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്തിരുന്നു. ഇതൊന്നും മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ അവരുടെ വിലയിരുത്തലുകളോ അല്ല. ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ്. ഇതൊന്നും പാർട്ടി, ഞാനീ പറഞ്ഞ ഒരു കാര്യവും പാർട്ടി നിഷേധിച്ചിട്ടില്ല. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഉയർന്നു വന്നിട്ടുള്ള ഇപ്പം MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് എന്താ? വെറുതെ പേര് പോലും വെക്കാതെ എഴുതി തന്നാൽ അന്വേഷിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ KM ഷാജഹാൻ എന്ന് പറഞ്ഞ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പേര് വെക്കാതെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷിക്കുമോ? ആലപ്പുഴയിൽ ചെന്നിട്ട് പറഞ്ഞെന്താ? കളകൾ മുഴുവൻ ഞങ്ങൾ പറിക്കും, എന്ത് കുഴപ്പമുണ്ടായാലും കള പറിക്കും എന്ന് പറഞ്ഞു. കള പറിക്കുമോ? കള കോഴിക്കോട്ടത്തെ കള എളമരം കരീമും മുഹമ്മദ് റിയാസുമാണ് എന്ന് തെളിഞ്ഞാൽ അത് പറിച്ചു കളയുമോ CPM? അതൊന്നും പറിച്ചു കളയില്ല. ഇതൊക്കെ വാചാലമായി നിങ്ങളെപ്പോലുള്ള ചില ആളുകൾക്ക് വന്നിരുന്ന് സംസാരിക്കാമെന്നുള്ളതല്ലാതെ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ 9 മാസങ്ങൾക്ക് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള PK ബിജു കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ്റെ ഇന്നോവ കാറാണ് ഉപയോഗിക്കുന്നതെന്ന് 9 മാസം മുമ്പ് പേരുൾപ്പെടെ പറഞ്ഞ് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ. 9 മാസം മുമ്പ് എന്തെങ്കിലും അനക്കം ഇവിടെ ഉണ്ടായോ? ഇപ്പം തന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, മാതൃഭൂമി ദിനപത്രത്തിൽ 2 ആഴ്ച മുമ്പ് വന്നു CPM-ൻ്റെ 2 സമുന്നത നേതാക്കന്മാർ റിയൽ എസ്റ്റേറ്റുകാരുമായിട്ടുള്ള ബന്ധം. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒരു വിഷയത്തിൽ 15 ലക്ഷം രൂപ മേടിച്ചു, ഒരു വിഷയത്തിൽ 7 ലക്ഷം രൂപ മേടിച്ചു. ഇതെല്ലാം രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിലുണ്ടെന്നും ഈ 2 സമുന്നത നേതാക്കന്മാർ റിയൽ എസ്റ്റേറ്റുകാരുമായിട്ട് നടത്തിയിട്ടുള്ള കോൾ റെക്കോർഡ്സ് ഉൾപ്പെടെയാണ് രഹസ്യാന്വേഷണ വിഭാഗം 11 മാസം മുമ്പ് റിപ്പോർട്ട് കൊടുത്തതെന്നും വാർത്ത വന്നല്ലോ മാതൃഭൂമി ദിനപത്രത്തിൽ. അന്വേഷിക്കണ്ടേ? അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റില്ല ഹസ്കറിന് ഇതൊക്കെ വാചാലമായി പറയാം. പക്ഷേ അടിമുടി ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ്റെ പോക്കറ്റിൽ കിടക്കുകയാണ് ഈ പാർട്ടി. റിയൽ എസ്റ്റേറ്റുകാരൻ്റെ പോക്കറ്റിൽ കിടന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ തെറ്റുതിരുത്തലെന്നും ഇതെന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയാമെന്നല്ലാതെ ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. പുറത്താക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോലും ഞാൻ ചോദിക്കട്ടെ, EP ജയരാജൻ സെക്രട്ടേറിയറ്റിൽ ഇരിക്കാൻ പറ്റുമോ? മുഹമ്മദ് റിയാസ് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുമോ? സജി ചെറിയാൻ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുമോ? MM മണി സെക്രട്ടേറിയറ്റിൽ ഇരിക്കുമോ? അപ്പോൾ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലൊന്നും ഈ തിരുത്തലൊന്നൊക്കെ നടത്തി കഴിഞ്ഞാലുണ്ടല്ലോ ആകെ 1-2 പേരെ ബാക്കി കാണുള്ളൂ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.